So today we are going to discuss about the cardinality of a set. അതായത് ഒരു സെറ്റ്, ഫൈനൈറ്റ് സെറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫൈനൈറ്റ് സെറ്റിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് പറയണം നമുക്ക്. ആ സെറ്റിൽ എത്ര ആൾക്കാരുണ്ട്, അതിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്, കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ എടുത്തു. A equal to set of all x such that x is a letter of the word rose, ROSC. എത്ര ലെറ്റേഴ്സ് ഉണ്ട് അതിന്? അപ്പോൾ അതിനെ ഞാൻ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി അതിനെ റോസ്റ്റർ ഫോമിലേക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ R, O, S, E 4 ആളുണ്ട് അല്ലേ? ഈ സെറ്റിൽ 4 ആളല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ 4 ആളുണ്ട് എന്ന് ഡിനോട്ട് ചെയ്യാൻ ഒരു വഴി, ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പോളിനോമിയലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതെന്താ വായിക്കാം? P of x ആണല്ലോ. എവിടെ ഈ ഓഫ് ഉള്ള? P ഉണ്ട്, X ഉണ്ട്, പിന്നെ ഏതാ ഓഫ്? ആ ബ്രാക്കറ്റിനാണ് നിങ്ങൾ ഓഫ് വരുന്നത് ആണല്ലോ. സോ P of x പറയുന്ന പോലെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ ഇതിനെന്താ വായിക്കാം? N of a അല്ലേ? N ഉണ്ട്, A ഉണ്ട്. A ഉള്ളത് എന്തിലാ? ഒരു ബ്രാക്കറ്റിലാണ്. അപ്പൊ അതിനെന്ത് വിളിക്കും? N of a. ഇതിനെ പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ. അപ്പൊ എനിക്ക് ഇവിടെ പറയാം N of a is equal to how many elements you got? 4 members. N of a equal to 4. Clear? Another set. B equal to set of all x such that x is a letter of the word. It's a rainbow. RAINBOW. ഇതാണ് പറഞ്ഞത്, റെയിൻബോ. സോ ബി ഞാൻ അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പോവാണ്. B equal to R, A, I, N, B, O, W. എത്ര ആളുണ്ട്? 1, 2, 3, 4, 5, 6, 7 ആളുണ്ട് അല്ലേ? സോ N of B is equal to 7 മെമ്പേഴ്സ്. അത് ക്ലിയർ ആണല്ലോ? ഇനി ഇത് ഫൈനൈറ്റ് സെറ്റ്സിന് മാത്രമേ പോസിബിൾ ആവുള്ളൂ. നിങ്ങൾക്ക് സെറ്റ് കുറച്ച് കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. വേറെ സെറ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. C equal to set of all x such that x is a prime number less than 10. 10ന്റെ താഴെയുള്ള പ്രൈം നമ്പർ. ഏതാണ്ട് പ്രൈം നമ്പർ? പ്രൈം നമ്പർ ഭാജ്യസംഖ്യ കേട്ടിട്ടുണ്ട് അല്ലേ? പ്രൈം നമ്പർ ആണെങ്കിൽ മൾട്ടിപ്പിൾസ് ആയിട്ട് ആരൊക്കെ ഉണ്ടാവുള്ളൂ? അയാളും ഒന്നും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സെയിം നമ്പർ ആൻഡ് 1. സോ ഇവിടെ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10 ആരാ? 1 പ്രൈം അല്ല അല്ലേ? 2 പ്രൈം ആണോ? യാ 2. നെക്സ്റ്റ് വൺ 3 പ്രൈം ആണ്. 4 പ്രൈം അല്ല. 5 പ്രൈം ആണ്. 6 നോ. 7 പ്രൈം അല്ലേ? വാട്ട് അബൌട്ട് 9? നോ. സോ എത്ര പ്രൈംസ് ആയി? 4 അല്ലേ? 4 പ്രൈം നമ്പേഴ്സ്. സോ N of C is equal to 4. Now C is equal to 4. ഈ പ്രൈം അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ? ഈ ഒന്നും അയാളും അല്ലാതെ വേറെ ഒരു ഫാക്ടർ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുക അതിനെ? കോമ്പോസിറ്റ് നമ്പേഴ്സ് പറയും. കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പൊ പ്രൈം നമ്പേഴ്സ് ഉണ്ട്, കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു D equal to set of all x such that x is a composite number less than 10. 10ന്റെ താഴെയുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സ് പറഞ്ഞു. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതില് 2, 3, 5, 7 എന്തിൽ പെട്ടു? പ്രൈമിൽ പെട്ടു. ബാക്കിയുള്ളതൊക്കെ കോമ്പോസിറ്റ് ആണെന്നുള്ളത് തെറ്റിദ്ധാരണ ഉണ്ടാവും. പക്ഷേ ഞാൻ കോമ്പോസിറ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നത് 4, 6, 8, 9. 10ന്റെ താഴെ വരുന്നതിൽ ഇത്രയും ആൾക്കാരെ വരുന്നുള്ളൂ. 4, 6, 8, 9 and my N of D is equal to 4. അതെങ്ങനെ? അപ്പോൾ ഡൗട്ട് ഉണ്ട്. എന്താ സാറ് പറഞ്ഞതിൽ 1 മുതൽ 10 വരെയുള്ള 9 വരെയുള്ള പറഞ്ഞതിൽ 1 നിങ്ങൾ അതിലും പെട്ടില്ല, ഇതിലും പെട്ടില്ല. അതിലും ഇല്ല, ഇതിലും ഇല്ല. സിമ്പിൾ. ഞാൻ ഉറച്ചു നിൽക്കാം. അപ്പൊ എന്താ? 1 എന്നുള്ള ആൾ എന്തല്ല? ഇറ്റ്സ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ്. രണ്ടിലും പെടുത്താൻ പറ്റൂല. പ്രൈമും അല്ല, കോമ്പോസിറ്റും അല്ല. സോ പ്രൈം നമ്പർ സെറ്റിലും അയാളെ കാണില്ല, കോമ്പോസിറ്റ് നമ്പർ സെറ്റിലും. ഇനി അങ്ങനെ ഒരു സാധനം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? x such that x is a number which is neither prime nor composite പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് രണ്ടിടത്തിലെത്തില്ല.
സോ ഇത് ഓക്കെ ആണല്ലോ. ഈ ഫൈനൈറ്റ് സെറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, കാർഡിനാലിറ്റി പറയാൻ പറ്റുള്ളൂ. മറ്റത് ഇൻഫൈനൈറ്റിന്റെ കാർഡിനാലിറ്റി ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്, നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഈ കാർഡിനാലിറ്റിന്റെ സ്പെസിഫിക് നമ്പർ വെച്ചിട്ട് കുറച്ച് ഗെയിംസ് ഉണ്ട്. ഈ കാർഡിനാലിറ്റി 0 ആണെങ്കിൽ അപ്പൊ എന്ത് പറയും? കാർഡിനാലിറ്റി 0 വരുന്ന കേസ് നമ്പർ ഓഫ് എലമെന്റ്സ് 0 ആവും. ഏതൊരു എക്സാമ്പിൾ തരാൻ പറ്റുമോ നമുക്ക്? എനി എക്സാമ്പിൾ കാർഡിനാലിറ്റി 0 ആവുന്നു. അതിന് നിങ്ങൾ കാർഡിനാലിറ്റി 0 വരുന്നെങ്കിൽ നിങ്ങൾ അതിന്റെ പേര് വിളിക്കും നൾ സെറ്റ്. നൾ സെറ്റ്. ഇനി അതിന് വേറെ പേരുണ്ട്, വോയിഡ് സെറ്റ് ഓർ എംപ്റ്റി സെറ്റ്. 3 പേരുകളാണല്ലോ. എന്തൊക്കെയുള്ള? നൾ സെറ്റ്, വോയിഡ് സെറ്റ്, എംപ്റ്റി സെറ്റ്. ഇതിന്റെ കണ്ടീഷൻ എന്താ? If A is your set, then your n of A is equal to 0. So if n of A equal to 0, then A is a null set. A is a null set. n of A 0 ആണെങ്കിലാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്? എനെ നൾ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു നൾ സെറ്റിന്റെ എക്സാമ്പിൾ. ഇനി ഈ നൾ സെറ്റ് ഡെനോട്ടേഷനോട് കൂടെ പറഞ്ഞുതരാം. നൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ എഴുതാം. എങ്ങനെ? കേർലി ബ്രേസസ് ഓപ്പൺ ആയിട്ട് ഇടാം. ഇതൊരു നൾ സെറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. 5 ആണ്. വേറെ റെപ്രസെന്റേഷൻ ലേറ്റർ ആണ് നമുക്ക് പറയാം. അപ്പൊ ഇത് രണ്ടെണ്ണം റെപ്രസെന്റേഷൻ നോർമലി യൂസ് ചെയ്യുന്നത്. ഇനി വേറെ കാര്യമുണ്ട്, എനിക്ക് രണ്ടും അറിയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മിടുക്ക് കാണിക്കരുത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സംഭവം മാറി. ഇതെന്തല്ല? എംപ്റ്റി സെറ്റ് അല്ല. കാരണം ഒരു എലമെന്റ് ഉള്ള സെറ്റായി, 5 എന്നുള്ള നമ്പർ ഉള്ള സെറ്റായി. അപ്പൊ ഇങ്ങനെ എഴുതരുത്. സ്ട്രോങ്. ഈ 2 ഡിനോട്ടേഷനാണ് എംപ്റ്റി സെറ്റിന്റെ ഡിനോട്ടേഷൻസ് ഉള്ളത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. A equal to set of all x such that x is a letter between U and B. യുവിന്റെ വിന്റെ ഇടയിലുള്ള ലെറ്റർ. ലെറ്റർ ഉണ്ടോ? ഇല്ല. സോ A is an empty set. B example, set of all x is that x is a month between November and December. നവംബറിന്റെ ഡിസംബറിന്റെ ഇടയിലുള്ള ഒരു മന്ത് ഉണ്ടോ? അങ്ങനെ ഇല്ല. സോ B is again an empty set. ഒരു എക്സാമ്പിൾ എടുത്താൽ C equal to set of all x such that x is a natural number between 915 and 916. 915 916 ഇടയിലുള്ളൊരു നാച്ചുറൽ നമ്പർ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? Nobody is there. So again it's an empty set. So ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 5 യൂസ് ചെയ്യാം. ഇതിലേത് യൂസ് ചെയ്യാം. ഇനി ഇവിടെയല്ല, വേറെ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു കേസാണ് ഇത്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ രണ്ടെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇത് രണ്ടും എംപ്റ്റി സെറ്റിന്റെ എന്ത് റെപ്രസെന്റേഷൻ ആവാം? ഇസ് ഇറ്റ് റോസ്റ്റർ ഫോം ഓർ സെറ്റ് ബിൽഡർ ഫോം? യെസ്, റോസ്റ്റർ ഫോം. എന്താ പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം. ഇതിൽ ഏതാ റോസ്റ്റർ, ഏതാ സെറ്റ് ബിൽഡർ? കൺഫ്യൂസ്ഡ് ആയില്ലേ? ഏതാണ് ഇതിലെ സെറ്റ് ബിൽഡർ? രണ്ട് ഡിനോട്ടേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് സെറ്റ് ബിൽഡർ, ഏതാണ് റോസ്റ്റർ? എല്ലാവരും കൺഫ്യൂഷൻ ഡൗട്ട്സ് ആണ്. ഈ രണ്ടെണ്ണം ഇതിന്റെ എന്ത് ഫോമാണ്? റോസ്റ്റർ ഫോമാണ്. അപ്പൊ ഇതിനൊരു സെറ്റ് ബിൽഡർ ഫോം വേണമല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് പറഞ്ഞുതരാവോ എംപ്റ്റി സെറ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം? A equal to set of all x such that x പറഞ്ഞോളൂ. എക്സിന് നമ്മൾ എന്തായാലും ഏത് സെറ്റ് ആണെങ്കിലും, ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ നമ്മളൊരു അസൈൻഡ് വാല്യൂ ഉണ്ടാവും അല്ലേ? എക്സിന് ഇപ്പോൾ 2 അല്ലെങ്കിൽ A B എന്തെങ്കിലും സംഭവം ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ലെങ്കിൽ, ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, അസൈൻഡ് വാല്യൂ ഇല്ലെങ്കിൽ മാത്രമാണ് ഇത് എന്താവുന്നത്? എംപ്റ്റി ആവുന്നത്. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് അല്ലാണ്ടായി മാറുമ്പോൾ മാത്രമാണ് അതിന് എന്ത് വരുന്നത്? എംപ്റ്റി സെറ്റ്. ഇതാണ് എംപ്റ്റി സെറ്റിന്റെ ഏത് ഫോം? സെറ്റ് ബിൽഡർ ഫോം. ഇത് ഈ ചാപ്റ്ററിൽ ചോദിക്കില്ല, വേറെ ലീനിയർ ഇനിക്വാളിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവിടെ നിങ്ങൾ എൻട്രൻസ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ചോയ്സിൽ ഇങ്ങനെ കാണും. പേടിക്കണ്ട, അത് എന്തിന്റെ റെപ്രസെന്റേഷനാണ്? എംപ്റ്റി സെറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. ക്ലിയർ?
Any doubts? Okay. So n of a 0 ആണെങ്കിൽ it's called empty set or null set or void set. Next one, ഇനി n of a 1 ആണെങ്കിൽ ഒരു എലമെന്റോ ഒന്ന് കൂടുതൽ എലമെന്റോ ഉള്ള കേസസ് വരാലോ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് വിളിക്കുന്നുള്ളതാണ് അടുത്ത പ്രശ്നം. So next one we'll go to singleton set. Singleton set. എന്തായാലും ഗസ് ചെയ്തേ എന്തായിരിക്കും സിംഗിൾട്ടൺ സെറ്റ്? കറക്റ്റ് ആണ്. ഒരു എലമെന്റ് ഉള്ളു, ഒരു എലമെന്റ് മാത്രമേ സെറ്റിലുള്ളൂ. That is, if n of a is equal to 1, number of elements 1 ആണെങ്കിൽ you can call it as then A is a singleton set. നമ്പർ ഓഫ് എലമെന്റ്സ് ഒന്നാണ്. സ്പെസിഫിക് ഒരാൾ മാത്രമേ ഉള്ളൂ, ലോകത്ത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ അതിനെന്ത് വിളിക്കും? സിംഗിൾട്ടൺ സെറ്റ്. A equal to set of all x such that x is a letter between A and C, which is the coolest letter. ഏറ്റവും തണുപ്പുള്ള ലെറ്റർ ഏതാ? B ആണ് അല്ലേ? It's always between A and C. So A equal to സിംഗിൾട്ടൺ ബി. ഇപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? ഒരേ ഒരാളുള്ളൂ. ആര് മാത്ര? ബി മാത്രം. So I'll write it as n of a is equal to 1. n of a is equal to 1. ഒരാളില്ലേ ഉള്ളൂ. So n of a 1 ആണെങ്കിൽ a is a, അതിനെ നിങ്ങൾ എന്താ വിളിക്കുക? A is a singleton set. A is a singleton set. Any other examples? ഒരാളെ ഉണ്ടാവാൻ പാടുള്ളൂ. പറഞ്ഞോളൂ. സിംഗിൾട്ടൺ സെറ്റിനുള്ള ഏതെങ്കിലും എക്സാമ്പിൾ. ബി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൺ പ്രൈം. എന്താ ഈവൺ നമ്പറും ഓഡ് നമ്പറും? ഒറ്റയാണെങ്കിൽ ഓഡ് നമ്പർ പറയും, ഇരട്ടയാണെങ്കിൽ നിങ്ങൾ അതിനെന്താ വിളിക്കുക? ഈവൺ നമ്പർ പറയൂലേ. അപ്പൊ ഈവൺ നമ്പേഴ്സിൽ എന്ത് കിട്ടണമെങ്കിൽ പ്രൈം ആയിട്ട് കിട്ടണം. ഈവൺ നമ്പർ ആവണം, സെയിം ടൈം പ്രൈം ആവണം. അതേതാ? ബി ഈക്വൽ ടു 2. 2 ഓക്കെ അല്ലേ? അപ്പൊ എത്ര ആളായി? n of b is equal to 1. അവിടെയും എത്ര എലമെന്റ് ഉള്ളത്? only one element. Clear? So ഇതിനെന്ത് വിളിക്കും? സിംഗിൾട്ടൺ സെറ്റ്. Any other example? Month between x such that x is a month between, പറഞ്ഞോളൂ, കറക്റ്റാ? February and April. Feb and April. February and April. So C equal to ഏതാ വരുന്നത്? February and April ഇടയിലുള്ള month March. So ഇവിടെ n of c എത്ര? n of c is equal to 1. So one and only one element ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്? one element. D equal to set of all x such that x is an Indian cricketer with 100 centuries. 100 സെഞ്ചുറി ഉള്ള ഒരാൾ. ഓൺലി വൺ, സച്ചിൻ. സോ n of d എത്ര? n of d is equal to 1. ക്ലിയർ ആണല്ലോ? ഇനി ഇത് ഒന്ന് കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിളിക്കും? ഒന്നാണെങ്കിൽ call it as singleton set. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിളിക്കും? അതിനെ നമുക്ക് നോക്കാം. ഒന്നിൽ കൂടുതൽ എലിമെന്റ്സ് ഉണ്ട്, അപ്പൊ അതിനെന്ത് വിളിക്കും? നോൺ എംപ്റ്റി സെറ്റ്. നോൺ എംപ്റ്റി സെറ്റ്സ്. ഈ ഒന്നാണെങ്കിൽ അത് നോൺ എംപ്റ്റി ആണ്, ഒന്നിൽ കൂടുതലാണെങ്കിൽ നോൺ എംപ്റ്റി. സോ ഇഫ് n of a is greater than or equal to 1, ഒന്നോ ഒന്നിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, ഒന്നാണെങ്കിൽ സിംഗിൾട്ടൺ സ്പെസിഫിക് ആയിട്ട് പറയാം, ഒന്നോ ഒന്നിൽ കൂടുതലോ ഉണ്ടെങ്കിൽ then a is called a non-empty set. A equal to set of all x such that x is a alphabet between S and W. S ന്റെ W ന്റെ ഇടയിലുള്ള ആൽഫബറ്റ്സ് ഏതൊക്കെയാ പറഞ്ഞോളൂ. A equal to S, T, U, V. ഇത്രയുള്ളൂ ബിറ്റ്വീൻ. സോ n of a is equal to 3. 3 എന്ന് പറഞ്ഞാൽ എന്തായി? ഒന്ന് കൂടുതലോ ആയില്ലേ? സോ a is a non empty set.
Clear? Now, അടുത്തത് സെറ്റിന്റെ പാർട്ടീഷൻ ആണ്. പാർട്ടീഷൻ ഓഫ് സെറ്റ്സ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് പാർട്ടീഷൻ ഓഫ് സെറ്റ്സ്. സെറ്റ് പാർട്ടീഷൻ. എനിക്കൊരു സെറ്റിനെ എങ്ങനെ പാർട്ടീഷൻ ചെയ്യാം? നിങ്ങൾ പാർട്ടീഷൻ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? വീട്ടിലൊക്കെ പാർട്ടീഷൻസ് ഉണ്ടാവാറ്. അപ്പോൾ ഈ സെറ്റിനെ എനിക്ക് എങ്ങനെയൊക്കെ മുറിച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ലൈക്ക് A equal to A, B, C. ഈ സെറ്റിനെ എങ്ങനെയൊക്കെ എനിക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും? സെറ്റ് പാർട്ടീഷനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എടുത്തോളൂ. ഞാനൊരു വളരെ റിച്ച് മൾട്ടി മില്യനറാണ്, ഹെവിലി റിച്ച് ആണ്. എനിക്ക് ഒരുപാട് മക്കളുണ്ട്. ഞാൻ എൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചു, ലാസ്റ്റ് എൻ്റെ പ്രോപ്പർട്ടീസ് എന്നെ എങ്ങനെയാണോ എൻ്റെ മക്കൾ നോക്കുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ഞാൻ എൻ്റെ സ്വത്ത് ഭാഗിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ഇതിൽ 3 പ്രോപ്പർട്ടീസ് ആണല്ലോ. ഇതൊരു ഓയിൽ റിഫൈനറി ആണെന്ന് വെച്ചോളൂ, ഇതൊരു ടെലികോം കമ്പനിയാണ്, ഇതൊരു ഗോൾഡ് മൈനാണ്. ഞാൻ ആരാന്ന് ഏതാണ്ട് പിടി കിട്ടിയല്ലോ. ഓക്കെ, സോ ഇതിനെ പാർട്ടീഷൻ ചെയ്ത് കൊടുക്കണം. എനിക്ക് ഒരു മകനുണ്ട്, തലതിരിഞ്ഞ മകനാണ്. അവൻ എന്നെ തീരെ തിരിഞ്ഞു നോക്കൂല. അവൻ എൻ്റെ പാർട്ടീഷൻ എന്തായിരിക്കും? ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ, ഇല്ല. സോ അവനല്ല എൻ്റെ പാർട്ടീഷൻ. അവന് ഞാൻ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. ഒന്നും കൊടുക്കാത്തതിനെ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുക? ഇങ്ങനെയല്ലേ. ഇനിയിപ്പോൾ വല്ലപ്പോഴൊക്കെ വന്ന് നോക്കുന്ന മക്കളുണ്ട് നമുക്ക്. ഇയാളൊക്കെ എന്നെ വല്ലപ്പോഴും വന്നു. ഇതിൽ ഞാൻ പറയും ഇയാൾക്ക് ഒരു പ്രോപ്പർട്ടി വേണമെങ്കിൽ എടുത്ത് കൊടുക്കാം. സോ സിംഗിൾട്ടൺ എ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്തിട്ടില്ല കേട്ടോ, ഒരു പോസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇതേ അളവിൽ നോക്കുന്ന വേറൊരു മോനുണ്ട് എനിക്ക്. അവന് വേണമെങ്കിൽ ബി കൊടുത്തൂടെ? കൊടുക്കാം. ഇതേ അളവിൽ നോക്കുന്ന വേറൊരാളുണ്ട്, അയാൾക്ക് എങ്ങനെ കൊടുക്കാം? സി. ഈ 3 മക്കളെക്കാളും കുറച്ചുകൂടി നന്നായിട്ട് ദൈവം നോക്കും. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഞാൻ പോസിബിലിറ്റിയാണ് പറഞ്ഞത്, ഇത് ഇയാൾക്ക് കൊടുത്തില്ല, ഈ 2 പ്രോപ്പർട്ടി എടുത്തിട്ട് അവന് കൊടുത്തൂടെ? കൊടുക്കാലോ. സോ സെറ്റ് എ കോമ ബി പോസിബിൾ പാർട്ടീഷൻ. ഇനി അടുത്തത് ഇവനേക്കാളും നന്നായിട്ട് അടുത്തിരിക്കുന്ന ആള്, നിന്റെ പേരെന്താടാ? അയാൾ നോക്കുന്നുണ്ട്, അഭിഷേക് നോക്കുന്നുണ്ട്. സോ ബി സി. ഇവൻ നോക്കുന്ന അതേ അളവ് തന്നെ അടുത്ത ആള് നോക്കുന്നുണ്ട്, വന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ എന്റെ അടുത്ത പോസിബിലിറ്റി പറഞ്ഞോളൂ. ഇപ്പൊ ഏതൊക്കെ? എ കോമ ബി ആയി, ബി കോമ സി. രണ്ടാക്കും കൊടുത്തു. അടുത്ത ആൾക്ക് ഞാൻ എങ്ങനെ കൊടുക്കാം? എ കോമ സി, എ സി. ഇതിനേക്കാളൊക്കെ നന്നായിട്ട് എനിക്ക് മോളുണ്ട്, അവൾ ഫുൾ ടൈം അച്ഛനെ വന്ന് നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മോക്ക് എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി വീതിച്ചു കൊടുക്കാമല്ലോ. ഞാൻ എന്ത് കൊടുക്കും? എൻ്റെ മുഴുവൻ പ്രോപ്പർട്ടി നിനക്ക് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. പോസിബിലിറ്റിയാണ്, കാരണം വേറെ ആരും നോക്കുന്നില്ല, ഇയാൾ മാത്രമേ നോക്കുന്നുള്ളെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. സെറ്റ് എ ബി സി. ഇതല്ലാണ്ട് ഒരു പാർട്ടീഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ എത്ര ഉണ്ടായിക്കേ? ഇത് തീരെ നോക്കാത്ത ഒരാള്, ഇത് വല്ലപ്പോഴൊക്കെ നോക്കുന്ന മക്കൾ 3 ആളുണ്ട് അവർക്കുള്ളത്. ഇത് ഇവരെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള 2 ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കുന്ന എ ബി, ബി സി, എ സി. ഫുൾ ടൈം നോക്കുന്ന ആൾക്ക് ഞാൻ എൻറ്റയർ സെറ്റ് മുഴുവൻ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എ ബി സി ക്ലോസ്. ഇതാണ് എൻ്റെ പാർട്ടീഷൻ ചെയ്യാവുന്ന പോസിബിലിറ്റീസ്, സാധ്യതകൾ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ എനിക്ക് മുറിച്ചിട്ട് കൊടുക്കാൻ പറ്റും. കൊടുത്തൂടെ? അപ്പൊ എത്ര ആളുണ്ട്? 1 2 3 4 5 6 7 8 ആളുണ്ട്. ഇതിനാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റിന്റെ പവർ സെറ്റ് ഏതാ? ഈ സബ്സെറ്റുകളുടെ, ഈ സെറ്റുകളുടെ, മുറിച്ചിട്ടുള്ള സെറ്റുകളുടെ കളക്ഷൻ. എന്ത് പറഞ്ഞാൽ പവർ സെറ്റ്. അത് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? പി ഓഫ് എ, പി ഓഫ് എ, പി ഓഫ് എ. അപ്പൊ അതൊക്കെ 5 സിംഗിൾട്ടൺ എ, സിംഗിൾട്ടൺ ബി, സിംഗിൾട്ടൺ സി, സെറ്റ് എ ബി, ബി സി, സെറ്റ് എ സി, സെറ്റ് എ ബി സി. അപ്പൊ എത്ര ആളുണ്ട്? 8 ആളുണ്ട്. സോ n ഓഫ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 8. 8 അല്ലേ? 8 ഓർ 8നെ എനിക്ക് ഇങ്ങനെ പറയാം 2 raised to 3, 2 power 3. 2നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്താലാണ് 8. 2 into 2 into 2 8. ഞാൻ വേറെ സെറ്റ് എടുത്തു. എ ഈക്വൽ ടു സെറ്റ് ഐ ജെ, സെറ്റ് ഐ ജെ. സോ n ഓഫ് എ ഏതൊക്കെ?
സോറി n of a is 2. പവർ സെറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പവർ സെറ്റ്സ് ആരൊക്കെ, എങ്ങനെയൊക്കെ എനിക്ക് പാർട്ടീഷൻ ചെയ്യാം, സെറ്റ്സിനെ എങ്ങനെയൊക്കെ പാർട്ടീഷൻ ചെയ്യാം? ഒന്ന് 5, അടുത്തത് സിംഗിൾട്ടൺ I, സിംഗിൾട്ടൺ J, സെറ്റ് I J. ഇപ്പൊ എത്ര ആളുണ്ട്? 1 2 3 4, 4 ആളുണ്ട് അല്ലേ? n of p of a is equal to 4. n of p of a is equal to 4. Or 4, or I can rewrite it as 2 square. ഞാൻ എന്തിലേക്കോ ഒരു ജനറലൈസ് ചെയ്യാൻ പോകുന്ന പോക്കാണ് അല്ലേ? ഇനി ഞാൻ വേറെ സെറ്റ് എടുത്തു, a equal to സെറ്റ് J മാത്രമല്ല J. ഇതിന്റെ പവർ സെറ്റ്സ് ഏതൊക്കെ വരും? പവർ സെറ്റ്സ് ആയിട്ട് ആരൊക്കെ വരും? ഒന്ന് എം ടി സെറ്റും ഒന്ന് സെറ്റ് Jയും. എത്ര എലിമെന്റ്സ് ഉണ്ട്? n of p of a is equal to എത്ര? 2. 2 raised to 1. അടുത്തത് ഞാനൊരു എം ടി സെറ്റ് എടുത്തു, ഞാൻ എടുത്തു, അല്ലെങ്കിൽ 5 നൽകി, ഏതായാലും ഡിനോട്ടേഷൻ കുഴപ്പമില്ല. എം ടി സെറ്റ് 5. ഇതിന്റെ പവർ സെറ്റ് ഏതൊക്കെ വരും പറഞ്ഞോളൂ? പി ഓഫ് എ. പി ഓഫ് ഏതായിരിക്കും പവർ സെറ്റ്? സെറ്റ് ഏത് മാത്രം? ഈ ഒരൊറ്റ ഒന്നല്ലേ വരുള്ളൂ, എം ടി സെറ്റ് മാത്രമല്ലേ വരുന്നുള്ളൂ. ഇതാണ് ബ്ലാങ്ക് ആണ് സെറ്റ്, അതിന്റെ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എം ടി സെറ്റും പിന്നെ വേറെ ആളില്ലല്ലോ, സെറ്റ് അടുത്ത് ബ്ലാങ്ക് അല്ലേ, അപ്പോൾ ഇവര് മാത്രമേ വരുള്ളൂ. സോ n of p of a is equal to 1. ഈ 1നെ എനിക്ക് എന്ത് പറയാം? 2 power 0, 2 raised to 0. സോ നമ്മൾ എന്തോ ജനറലൈസ് ചെയ്യാനുള്ള പോക്കാണ്. സെറ്റിൽ 3 ആളുണ്ടായപ്പോൾ എൻ്റെ പവർ സെറ്റിൽ 8 ആളുണ്ട് ഇല്ലേ? സെറ്റിൽ 2 ആളായപ്പോൾ എൻ്റെ പവർ സെറ്റിൽ 4 ആൾ, വിച്ച് ഇസ് 2 സ്ക്വയർ. സെറ്റിൽ 1 ആളായപ്പോൾ എൻ്റെ പവർ സെറ്റിൽ 2 raised to 1 എലിമെന്റ്. സെറ്റിൽ എം ടി ആയപ്പോൾ എൻ്റെ പവർ സെറ്റിൽ 1 ആൾ, എം ടി സെറ്റ് മാത്രം. ഒരു ജനറലൈസ് 2 raised to 0. സോ 0 ആയപ്പോൾ 2 raised to 0, സെറ്റിൽ 1 എലിമെന്റ് ആയപ്പോൾ 2 raised to 1, സെറ്റിൽ 2 എലിമെന്റ് ആയപ്പോൾ 2 സ്ക്വയർ, സെറ്റിൽ 3 ആളായപ്പോൾ 2 ക്യൂബ്. And if your set is having n elements, if n of a equal to 2, then n of a equal to n, then power set of a is equal to n of p of a is equal to power set of a contains how many elements are 2 raised to n elements, 2 power n elements. So idonnu box ചെയ്തു നോക്കാം. ഒരു ബൾബ് കത്തിച്ചു, n of a equal to n, then n of p of a is equal to 2 power n. ഒരു ബൾബ് കത്തിച്ചു വെച്ചോ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. n of a സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ പവർ സെറ്റിൽ എത്ര ഉണ്ടാവും? 2 power n എലമെന്റ്സ് ആണ്. ക്ലിയർ? അപ്പം ഇനി ഈ സെറ്റ് പാർട്ടീഷനിങ്ങിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയി തോന്നാവുന്ന കുറച്ച് പ്രോബ്ലംസ്. വിൽ ഡിസ്കസ് ദാറ്റ്. സെറ്റിൽ തരുന്നതിൽ തന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് തരുന്നു നോക്ക്. ഇപ്പോൾ ഒരു സെറ്റ് ഞാൻ തരാം, a equal to സെറ്റ് p, q. ഇങ്ങനെയാണ് സെറ്റ് p, q. അങ്ങനെയാണ് ഇതിന്റെ പവർ സെറ്റ് എഴുതണം നമുക്ക്. പവർ സെറ്റ് ഒന്ന് എഴുതണം നമുക്ക്. അപ്പൊ ഏതൊക്കെ വരും? ഒന്ന് എം ടി സെറ്റ് 5. അടുത്തത് ഇതിലുള്ള മെമ്പറിനെ പിടിച്ചിട്ട് നമ്മളൊരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് കൊടുക്കണം, ഇതിനെ സിംഗിൾട്ടൺ സെറ്റ് ആക്കി മാറ്റണം. അപ്പൊ സിംഗിൾട്ടൺ സെറ്റ് പി. അടുത്തത് ഏതാ വരാ? ഈ ക്യൂ ഓൾറെഡി ഡ്രസ് ചെയ്ത് നിൽക്കുകയാണ്, ഒരു ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് നിൽക്കുകയാണ് അല്ലേ? അതിന് അടുത്ത ബ്രാക്കറ്റിലേക്ക് നമ്മൾ കയറ്റി വിടണം, കാരണം നമ്മളൊക്കെ ആ ക്യൂ എന്നുള്ളത് ഒരു മെമ്പർ മാത്രമാണ്. സിംഗിൾട്ടൺ ക്യൂ എന്ന് പറഞ്ഞൊരു മെമ്പറാണ്. ആ മെമ്പറിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഒരു സെറ്റ് ആക്കിയിട്ടിലേക്ക് മാറ്റണം. അപ്പൊ എങ്ങനെ വരാം? സെറ്റ് ഓഫ് സിംഗിൾട്ടൺ സെറ്റ് ക്യൂ. അടുത്ത ആര് വരും? സെറ്റ് p, സിംഗിൾട്ടൺ സെറ്റ് ക്യൂ. ഇപ്പൊ എത്ര എണ്ണായി? 1 member, 2 member, 3 member, 4. 4 ആളുകൾ. So n of p of a is equal to 4. കറക്റ്റ് അല്ലേ? സെറ്റിൽ 2 ആൾ എലമെന്റ് ഉണ്ട്, അപ്പോൾ പവർ സെറ്റിൽ 4 ആളായി. Clear? A equal to another one. Let's start with I, J, K. 3 ആളാണ്. സോറി, സിംഗിൾട്ടൺ.
ijk. So P of A ആണ് എനിക്ക് വേണ്ടത്, പവർ സെറ്റ്സ് ഓഫ് എ. P of A is equal to ഏതൊക്കെ വരും? ഫസ്റ്റ് വൺ empty set. Next one singleton I, singleton J. Third one ഓൾറെഡി K ബ്രാക്കറ്റിലാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗ ഒരു പുതിയ ബ്രാക്കറ്റ് കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ടേക്കൺ 1 at a time കംപ്ലീറ്റഡ് ആയി. ഇനി ടേക്കൺ 2 at a time ആണ്. ഇതിലുള്ള എല്ലാ രണ്ടാളെ വീതം നമ്മൾ എടുത്തിട്ട് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ എനിക്ക് ഏതൊക്കെ വരും എന്നുള്ളത്. ഏതൊക്കെയാ വരുന്നത് ഈ എലമെന്റ്സ്? സെറ്റ് ij. നെക്സ്റ്റ് വൺ സെറ്റ് ik. അടുത്തതോ സെറ്റ് jk. The final one is set ij singleton k. ഇനി ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എ എന്ന് എഴുതാം കേട്ടോ. ഈ സെറ്റിന് ലാസ്റ്റ് സെറ്റിലേക്ക് എൻ്റെ സെറ്റിന് എ തന്നെയാണല്ലോ, അപ്പൊ വേണമെങ്കിൽ എ എന്ന് എഴുതാം. ഇതിൽ എത്ര ആളുണ്ട് നോക്കിയാൽ 1 2 3 4 5 6 7 8 ആള്. സെറ്റിൽ 3 ആളാണോ ഉള്ളത്? ആണ്. സെറ്റിൽ 3 ആളായപ്പോൾ പവർ സെറ്റിൽ എത്രയായി? 2⁻3. ദാറ്റ് ഇസ് 8 എലമെന്റ്സ് ആയി. പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഇതിൽ നിങ്ങളുടെ NCERT ബുക്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വേറെ ഒരു സംഭവം വരാറുണ്ട്, എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്ന സംഭവമാണ്. A equal to set ഇതെന്താ പറയാ? 5 സിംഗിൾട്ടൺ സെറ്റ് 5. ഈ രണ്ടാൾക്കാരാണ് എലമെന്റ്സ്. ഇതിന്റെ പവർ സെറ്റ് എഴുതാൻ നോർമലി കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. കാരണം ഓൾറെഡി നമ്മൾ 5 എന്ന് പറയുമ്പോൾ തന്നെ empty സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകും. അപ്പൊ ഇതിന് എത്ര പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? ടോട്ടൽ 4 എലമെന്റ്സ് ഉണ്ടാവണം അല്ലേ? 4 എണ്ണല്ലേ വേണ്ടേ? ആ 4 എണ്ണം ആരൊക്കെ നോക്കി? പവർ സെറ്റ് ഓഫ് എ, P of A is equal to ഫസ്റ്റ് വൺ 5. ഇത് ഈ 5 ഞങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തല്ല, ഇതെങ്ങനെ കിട്ടിയതാ? വെരി ഗുഡ്. ഇത് എവരി സെറ്റിന് എഴുതുന്ന empty സെറ്റ് മുറിച്ചാൽ കിട്ടുന്ന അല്ലേ ബ്ലാങ്ക് പാർട്ടീഷൻ. ഇനി ഇവനെ ഞാൻ ഈ എലമെന്റിനെ ഒരു ബ്രാക്കറ്റിലോട്ട് ഇടാൻ പോകും. സിംഗിൾട്ടൺ സെറ്റ് 5. ഇനി ഇവനെ പിടിച്ചിടണം. ഇപ്പൊ സെറ്റ് ഓഫ് സിംഗിൾട്ടൺ സെറ്റ് 5. ലാസ്റ്റ് വൺ സെയിം സെറ്റ് ഇറ്റ്സെൽഫ് A. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയും 4 എലമെന്റ്സ്. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഒന്ന് കൺഫ്യൂസിംഗ് ആയിട്ട് വരിക. അപ്പോൾ അത് ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ B equal to സെറ്റ് 1 സിംഗിൾട്ടൺ 5 സെറ്റ് ഓഫ് സിംഗിൾട്ടൺ സെറ്റ് 5. ഇങ്ങനെയാണ് 8 എണ്ണം എഴുതണം. പറഞ്ഞോളൂ ഏതൊക്കെയാ? വെരി ഗുഡ്. പവർ സെറ്റ് ഓഫ് B equal to ഫസ്റ്റ് വൺ 5, then singleton 1 set of singleton set 5. അടുത്ത് ശ്രദ്ധിക്കണേ, ഓൾറെഡി ഇയാൾക്ക് 2 ബ്രാക്കറ്റ് ഉണ്ട്, നമ്മൾ ഒരു ബ്രാക്കറ്റ് കൂടി കൊടുക്കണം. നമ്മൾ സെറ്റിനകത്താക്കിയിട്ട് ഇറക്കിയിട്ടല്ല കൊടുക്കുന്നത്. അപ്പൊ സെറ്റ് ഓഫ് സിംഗിൾട്ടൺ സെറ്റ് 5. അടുത്ത ടേക്കൺ 2 at a time 1, 5 1, സിംഗിൾട്ടൺ 5. ഇനി അടുത്ത ആരാ? 1, സെറ്റ് ഓഫ് സിംഗിൾട്ടൺ സെറ്റ് 5. Last one 5, set of singleton set 5. And the final one is B. Set. ഇപ്പൊ എത്ര ഉണ്ടായി നോക്കി? 8 എണ്ണായില്ലേ? 1 2 3 4 5 6 7 8. 8 എലമെന്റ്സ്. ക്ലിയർ ആണോ? പവർ സെറ്റ്. ഇതിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ?